സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി വരുന്ന വഴി അറിയില്ല. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പല പ്രമുഖ നായികമാരും മലയാള സിനിമയിലെ ലൈംഗിക പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പണി കിട്ടിയിരിക്കുന്നത് യുവ സംവിധായകൻ ജീൻ പോൾ ലാലിനും നടൻ ശ്രീനാഥ് ഭാസിക്കുമാണ്. നടിയോട് ലൈംഗിക ചുവയോട് സംസാരിച്ചതിന് സംവിധായകൻ ജീൻ പോൾ ലാൽ, ശ്രീനാഥ് ഭാസി ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് കേസ്. അനൂപ്, അനിരുദ്ധ് എന്നീ ടെക്നീഷ്യൻസുമാണ് മറ്റു 2 പേർ. ജീൻ പോൾ ലാൽ ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഹണി ബി 2. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങവെയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടത്. ഇതേ സിനിമയിൽ അഭിനയിച്ച താരമാണ് സെറ്റിലെ മോശം അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ ഒപ്പുവെച്ച കരാറിൽ പറഞ്ഞിരിക്കുന്ന പ്രതിഫലം നൽകിയില്ല. പ്രതിഫലം ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ ജീൻ പോളും ശ്രീനാഥ് ഭാസിയും അനൂപും അനിരുദ്ധും ലൈംഗിക ചുവ കലർന്ന ഭാഷയിൽ സംസാരിച്ചുവെന്നാണ് യുവനടിയുടെ പരാതി. കൊച്ചിയിലെ ഒരു ഹോട്ടലിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. വഞ്ചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ ആരോപണങ്ങൾക്കാണ് ജീൻ പോളിനും സംഘത്തിനും പനങ്ങാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പരാതിക്കാരിയായ യുവനടിയുടെ മൊഴി ഇൻഫോപാർക്ക് CI രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. സംഭവത്തെക്കുറിച്ച് നടി വിശദമായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് സൂചന. കുറ്റാരോപിതരായ 4 പേരെയും ഉടൻ ചോദ്യം ചെയ്യുകയും ചെയ്യും. മുതിർന്ന നടനും സംവിധായകനുമായ ലാലിന്റെ മകനാണ് ജീൻ പോൾ ലാൽ. ഹണി ബി 2വിന് മുമ്പ് ഹണി ബി, ഹായ് ഐ ആം ടോണി എന്നീ ചിത്രങ്ങളും ജീൻ പോൾ ലാൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. മലയാളത്തിലെ ന്യൂജൻ നടന്മാരിൽ പ്രമുഖനാണ് ശ്രീനാഥ് ഭാസി. ഹണി ബി 2, ഹണി ബി, ഡാ തടിയ, ജേക്കബിന്റെ സ്വർഗരാജ്യം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. കേസിൽ കുറ്റാരോപിതരായ അനൂപ്, അനിരുദ്ധ് എന്നിവർ സിനിമയിലെ ടെക്നീഷ്യൻസുമാണ്. ലൈംഗിക ചുവയുള്ള സംസാരവും കാസ്റ്റിംഗ് കൗച്ചും മറ്റ് ഇൻഡസ്ട്രിയിലുള്ളതിനേക്കാൾ മലയാളത്തിലുണ്ട് എന്നാണ് പാർവതി, ചാർമിള അടക്കമുള്ളവരുടെ വെളിപ്പെടുത്തൽ. എന്നാൽ യുവതിയോട് മോശമായി സംസാരിച്ചെന്ന പരാതിയിൽ മകൻ ജീൻ പോൾ ലാൽ, യുവനടൻ ശ്രീനാഥ് ഭാസി എന്നിവരടക്കം 4 പേർക്കെതിരെ കേസെടുത്തതിൽ വിശദീകരണവുമായി സംവിധായകൻ ലാൽ രംഗത്ത് വന്നു. പരാതിക്കാരി നനഞ്ഞ ഇടം കുഴിക്കുകയാണെന്ന് ലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നടിയുടേത് അനാവശ്യ പരാതിയാണ്. സിനിമ കഴിഞ്ഞ് ഇത്ര കാലം കഴിഞ്ഞ് പരാതി നൽകിയതിന് കാരണം എന്താണെന്ന് ആ നടിയോട് തന്നെ ചോദിക്കണം. ഷൂട്ടിംഗ് പൂർത്തിയാക്കാതെ പോയ നടിയാണ് ഇവർ. ഇതിനു പിന്നിൽ മറ്റാരെങ്കിലും ഉള്ളതായി കരുതുന്നില്ലെന്നും ലാൽ കൂട്ടിച്ചേർത്തു.